ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സെഡ്ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാക്ടസ് ഗാർഡനിലാണ് ഇരിക്കുന്നത്. കാക്ടസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പഞ്ച്കുല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ത്യയുടെ ട്രൈ സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡിൻ്റെ ഭാഗമായ പഞ്ച്കുലയിലാണ് ഈ കാക്ടസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാക്ടസ് ഗാർഡൻ അതും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തീർച്ചയായും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം 7 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കാക്ടസ് ഗാർഡൻ ആണ്. കാക്ടസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ നാടൻ മുൾച്ചെടി തന്നെയാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഇത്തരം മുൾച്ചെടികൾ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് ഏകദേശം 3500-ൽ പരം എൻഡേഞ്ചേർഡും അല്ലാത്തതുമായ കാക്ടസുകളാണ് ഇവിടെ പരിപാലിച്ച് പോകുന്നത്. ഇതിൽ പലതരം മുൾച്ചെടികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ നേരിയ മുൾച്ചെടികൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇത്തരം റൗണ്ടിൽ ബോൾ പോലെയൊക്കെ ഇരിക്കുന്ന മുൾച്ചെടികൾ തീരെ കാണാൻ സാധ്യതയില്ല. ഇവിടെ കാണുന്ന പല മുൾച്ചെടികൾക്കും പലതരം പേരുകളാണുള്ളത്. അതിൽ പലതും ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അതിന് എത്രത്തോളം കാലപ്പഴക്കം ഉണ്ടെന്നും, അതായത് എത്ര വർഷം ആയി ഈ ചെടികളിവിടെ നട്ടു വളർത്താൻ തുടങ്ങിയിട്ടെന്നും അതിൻ്റെ പല വിശദ വിവരങ്ങളും ഇതിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗാർഡൻ്റെ പൂർണ്ണനാമം നാഷണൽ കാക്ടസ് ആൻഡ് സക്കുലന്റ് ബോട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ്. ഇവിടെ ഒരു റിസർച്ച് സെൻറ്ററും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഗാർഡനകത്ത് തന്നെ. ഇവിടെ പലതരം മുൾച്ചെടികളാണ് കാണാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ലേക്കുമുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ ഗാർഡൻ അവർ പരിപാലിച്ച് പോരുന്നതെന്ന് തന്നെ പറയാം. ഏകദേശം 3500-ൽ പരം മുൾച്ചെടികളെന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതെല്ലാം പലതരം മുൾച്ചെടികളാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിൽ മുള്ള് കാണാം. സോ ഇതിനൊക്കെ കാക്ടസിൻ്റെ ആ ഒരു കാറ്റഗറി തന്നെ പെടുന്ന ചെടികളാണ്.